ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വ്ളോഗിന് ഒരുപാട് പ്രത്യേകതകളുള്ള വ്ളോഗാണ്. കാരണം ഇങ്ങനൊരു സംഭവം മുൻപ് ഏതെങ്കിലും ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. കാരണം ഇതൊരു സ്കൂൾ സെൻഡ് ഓഫ് അല്ല. പക്ഷേ എങ്കിൽ എൻ്റെ ഉമ്മച്ചി എന്ത് ചെയ്തു, എൻ്റെ ഉമ്മ ഒരു 14-20 വർഷത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഏകദേശം ആ ഒരു കാലയളവിൻ്റെ മുകളിലായിട്ട് അടുത്തായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ പോലെ ഉമ്മച്ചീൻ്റെ ഒരു ശമ്പളത്തിൻ്റെ ഒരു ഏകദേശം ഒരു വലിയ ശതമാനവും മാറ്റി വെക്കൽ കുട്ടികൾക്ക് സാധനം വാങ്ങിക്കൊടുക്കാനും ചാർട്ട് പേപ്പേഴ്സ് വാങ്ങിക്കൊടുക്കാനും കളേഴ്സ് വാങ്ങിക്കൊടുക്കാനും. കാരണം എൻ്റെ ഉമ്മ വർക്ക് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ മൊത്തം. ഓയ് കുറച്ചൊരു 6 മണിക്കൂർ ചെയ്യാറുള്ളത്. അപ്പോൾ ഉമ്മച്ചി എന്ത് ചെയ്തു, എല്ലാ കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സാധനം പ്ലാൻ ചെയ്തു. എന്ത് ചെയ്തു വെച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിക്കണ ഉമ്മച്ചീൻ്റെ മൊത്തം സ്റ്റുഡൻസിനെ ഉമ്മച്ചി എന്ത് ചെയ്തു, വീട്ടിലേക്ക് അങ്ങോട്ട് വിളിച്ചു. ഒന്ന് കാണിച്ചു കൊടുത്താൽ ആളായിട്ടില്ല കേട്ടത്. 4 മണിക്ക് വരാൻ പറഞ്ഞാലും സൂം ചെയ്താൽ ഇങ്ങനെ സൂം ചെയ്താൽ മതി. ഇത് 4 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 3:30 തന്നെ എത്തിയ ആൾക്കാരാട്ടത്. ഇനി 4 മണി തൊട്ട് ആൾക്കാർ വരണ്ട. അപ്പോൾ ഈ ആൾക്കാരെ മൊത്തം നിയന്ത്രിക്കുന്നത് വണക്സാക്കിക്കോ നമ്മുടെ സ്വന്തം കൂറയാണ്. അപ്പോൾ കൂറ ഇവിടെ പരിചയസമ്പന്നരായ എൻ്റെ കുട്ടി വന്നല്ലോ. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് ഇതാ ഓരോരുത്തർ കുട്ടികൾ ഓരോന്നായിട്ട് കണ്ടു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ കുട്ടികൾക്കും വേണ്ടി ഫുഡുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അതുപോലെ കേക്ക് സംഭവങ്ങളൊക്കെ അമ്മച്ചി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അമ്മച്ചി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ അതായത് മുമ്പ് ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല, ഞാനിത് ടീച്ചേഴ്സും ചെയ്ത് കണ്ടിട്ടില്ല. ഇനി ചെയ്തുകൊണ്ടെന്നുള്ള എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇത് അഭിനന്ദനീയാർഹമായ ഒരു കാര്യമാണ്, പ്രോത്സാഹനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മച്ചി ചെയ്യുന്നത്. അപ്പം അതില് ആ കുട്ടികളുടെ കൂട്ടത്തില് പിന്നെ മുസ്ലിം കുട്ടികളുണ്ട്, പിന്നെ ഹിന്ദു കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, ഇനി ചിലപ്പോൾ ഇതൊന്നും മതമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും അല്ലേ. ഈ 120 കുട്ടികളുടെ കൂട്ടത്തിൽ അതെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇന്നിങ്ങനെ ഇവിടെ ഒരു ട്രീറ്റ് വെച്ചിരിക്കുന്നത് ഒരു സൗഹൃദ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് സൗഹൃദ 2024 എന്നാണ്. മതി. അപ്പോൾ ഇനി നമ്മുടെ ഈ ഇങ്ങനെ പരിപാടി ഇതൊരു വേറിട്ട ശ്രദ്ധിക്ക് വേറിട്ടൊരു പരിപാടി ആയതുകൊണ്ട് പത്രക്കാരും ചാനലുകാരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ ന്യൂസൊക്കെ വായിക്കില്ലേ, സ്വന്തം വാർത്തകളെന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടർമാരൊക്കെ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ പേര് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയേണ്ടതാണ് സൗഹൃദ 2024. ആ 2024 എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, വായുവിൽ ഇങ്ങനെ എഴുതണം 2024. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ, എന്താ അവിടെ നടക്കുന്നത്. ചില ആൾക്കാർ എഴുതിയിട്ടില്ല, ചില ആൾക്കാർ എഴുതാൻ മറന്നുപോയി. പേര് കേട്ടപ്പോൾ തന്നെ അന്തം വിട്ടുന്ന സൗഹൃദ ഇങ്ങനെ 2024. ഇനി നിങ്ങൾ ഇവിടുന്ന് 6 മണിക്കാണ് പോവുക. രക്ഷിതാക്കളോടൊക്കെ അത് പറയണം. വരുന്ന ആളുകൾ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ 6 മണിക്ക് 6:30 പിന്നെ ഇരുട്ടാവൂലേ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പിരിയണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തൊക്കെ എന്താണ് ടീച്ചറെ എന്താ ഉള്ള ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവരെ നല്ല ചിക്കൻ മന്തിയോ ചിക്കൻ ഫ്രൈയോ, പിന്നെ ഇവൻ എപ്പോഴും എന്നോട് ചോദിക്കണ ഒരു സാധനമുണ്ട്. എന്താ ഡ്രീം കേക്ക്. അതെന്താ സംഭവം? കഴിച്ചവരും ഉണ്ട്, കഴിക്കാത്തവരും ഉണ്ട്. പക്ഷെ എന്റെ ഒറിജിനൽ ആരെങ്കിലും കഴിച്ചിക്കണോ? ഇല്ല. ഒറിജിനൽ ഹണി കേക്ക് ആരും കഴിച്ചിട്ടില്ല. ടീച്ചറിന് കൈയടികൾ. ഈ ഒരു ചടങ്ങിലേക്ക് ബണ്ടിൽ നിന്നും കടന്നു വന്ന എന്നെ പഠിപ്പിച്ച എന്റെ സ്വന്തം എന്നെ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ച ശബരി ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
ഞങ്ങളെ സ്കൂൾ ലീഡറിനെ കണ്ടെനിക്ക് ഇത് ബുക്ക് തരൂട്ടാ. ബുക്ക് തന്നിട്ട് ഇവിടെ ഇരുന്ന് എല്ലാരും പഠിച്ചിട്ടാ. ആ പരീക്ഷ ഉണ്ട്ട്ടാ. ബുക്ക് വേണോന്ന് പെനോട് ചോദിച്ചപ്പം പറഞ്ഞുതരും മറുപടി. വേണോ? LSS കൊണ്ട് എന്തായിക്കണേ മതിയായിക്കണേ. ഇവനെ എവിടെ പോയാലും ഫസ്റ്റ് ഇടും പറഞ്ഞേ. പോസ്റ്റർ ഉണ്ടാക്കിയ അഫിയാണ് പറഞ്ഞേ. പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കുടുങ്ങിയാറ്. ഇവനെ കൊണ്ടുള്ള കൂടുതലാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുതിയ സ്റ്റേറ്റിൽ പോയി എന്തെങ്കിലും അടിച്ചു. അപ്പൊ ഇതിന് പിന്നെയും അഫിമോനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്താൽ അതില് പിന്നെയും ഇവര് പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കണം. ഓറൊക്കെ കാര്യത്തില് അനക്ക് കുറച്ച് കിട്ടല്ലേ? കിട്ടല്ലേ? കിട്ടലുണ്ട്. ചെറുച്ചാണി എല്ലാരും പെണ്ണാളെ പതിരാടും മിഴിയാളെ തമ്പൂരാനിത്തിൽ ബേകാരിങ്കാനൻ കോല പറിച്ചാട്ടെ തക തക താത്തി തകത്തെയ്താരോ തകദിനന്തകത്തെയ്താരോ താത്തിനന്തര തകദിനന്തര തകദിനന്തര തെയ്താരോ താത്തിനന്തര തെയ്താരോ തകദിനന്തര തെയ്താരോ താത്തിനന്തര തകദിനന്തക തകദിനന്തക തെയ്താരോ കണ്ണം പുട്ടി അടിക്ക കാരിപ്പാറക്കാരങ്ങളുണ്ടേ വെള്ളം കോരി കോരിയും കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ട് അയ്യോ മെടഞ്ഞേ ചൂട്ടും കത്തിച്ചൊരാൾ പാടാവ തുറക്കമില്ലാറുമതും തക തക താത്തി തക ചെയ്താരോ തകദിനന്തക ചെയ്താരോ താത്തിനന്തക തകദിനന്തക ചെയ്താരോ ഇന്നത്തെ ഈ സരസ് ധന്യമാക്കാൻ വേണ്ടി മനോഹരമായി ഗാനം ആലപിച്ച യുവാവിന്റെ പേര് മുഹമ്മദ് നജാദ്. നജാദ്. നാജിമ റസലിനെ പറ്റി പറയാൻ വേണ്ടി നീച്ചതേനി അവസാനം നാജിമിന് പറഞ്ഞിരുന്നു. അല്ല നാജിമ് പാടും. അടുത്തതായി സദസ്സിന് കുളിമ കോരുന്ന ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി നാജിമിനെ ക്ഷണിക്കുന്നു. അറബി പാട്ടാണ്. أنا سائر والأكتب سيني أنا سائر والأكتب سيني ستوت والتلكاسة وأجايكم اسأل كاسة والأكتب سيني والأكتب سيني والأكتب سيدي والأكتب سيدي والأكتب سيدي والأكتب سيدي കയ്യടിക്കടാ. ഇത്ര വലിയ പാട്ടാണ് എന്റെ പാട് പറഞ്ഞേ. ജന പാടി ഞാനാ പാടാ. നാജിമാരാ അതോ തന്നെ അടുത്ത താരം പാട്ടാരോ യാസീനോടെ പെൺകുട്ടികൾ കരുത്ത് തെളിയിക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. കരുത്ത് തെളിയിക്കട്ടോ. പാട്ടുപാടി ഡാൻസ് കളിച്ചാണ്ട് പെൺകുട്ടികളുടെ ഡാൻസ് ആണല്ലോ. ഞാനേ ആ വണ്ടി ഒന്ന് ഇതാക്കി വരാം. എന്റെ മേത്ത് കുത്തിക്കോ. ും
കൊഞ്ചുന കങ്ങൻ ചുണ്ടൊരു ചെഞ്ചൊടിമ സുക്കുണ്ടറിയുന്ന സരിയുണ്ട് അത്തിന് പടുക്കുന്ന വേറുണ്ട് അരുമിന് കിടക്കുന്ന രേസുണ്ട് കണിയാണ് കച്ചിന് വേറെ മണിയാള തോർക്കുന്ന ചിരിയുണ്ട് ചിരിയണ ജയില് കൊറിഞ്ഞുണ്ട് അതിമിന് കിടക്കുന്ന ലേസുണ്ട് കണിയാണ് കച്ചില് വേറുണ്ട് എല്ലാരും മൊഞ്ചാണ് രഞ്ജി മറിഞ്ഞൊരു മന തമ്പിളി പോലൊരു മാല കടലാണ് നീന്തി കയറിയ കോഴി സവുള്ള പാലക്കാരന് ലജ്ജാണ് രഞ്ജി കൊഞ്ചിന കങ്ങൻ ചുണ്ടൊരു ചഞ്ചോടി മാല. കഴിഞ്ഞോ? ഞമ്മക്ക് ഇനിയും അറിയാലോ വേറെ ഏതൊക്കെയോ. വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട് നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ നിന്നുടെ പുഞ്ചിരിയാലേ തടിനവരുന്നേ. മതിയോ? ഒന്നുകൂടി. ഓക്കെ, സൗഹൃദ 2024 ഇതിന്റെ മൂർധന്യ ദിശയിലെത്തി നിൽക്കുകയാണ്. ഇനി പൊരുത്തപ്പെട്ടൊരവസ്ഥയിൽ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ കലാപരിപാടികളിൽ ഇനി തുടരും. ഇത്രയും നേരം കുട്ടികളെ കലാപരിപാടി ഉണ്ടാ എന്താണ് അന്ന വിചാരം മുന്ന വിചാരം എന്നാണ്. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് അധ്വാനം മുഴുവൻ നടത്തുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം വെച്ചാല് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇതേ സീറ്റിലാണ് ഇനി നിങ്ങൾ വന്ന് ഇരിക്കേണ്ടത്. ലൈനായിട്ട് ആദ്യം ഒന്നാമത്തെ ഞാൻ എണ്ണിയിട്ടുണ്ട്. ആദ്യം ഈ ലൈന് നേരെ പോയിട്ട് അവിടുന്ന് ഭക്ഷണം വാങ്ങിയിട്ട് അതേ സീറ്റുകളിൽ വന്ന് ഇരിക്കുന്നു. കുട്ടികളൊക്കെ ലൈനുകളെ കൂട്ടേണ്ടിയിരുന്നു. എന്റെ കുട്ടി എവിടെ? ഞാനങ്ങനെ എന്റെ പണ്ടത്തിൽ എന്നെ കൂട്ടി ഇരുന്ന് കഴിഞ്ഞു കാണും. കാത്തുക്കുലം ആരിലൊക്കെ പറയാൻ കാത്തിക്ക സപ്പോർട്ട് ഇട്ടാണ്. ഒന്ന് നമ്മുടെ നല്ല കാര്യം ഇതിന്റെ ഇടയിൽ ഈ പരിപാടിയോട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നല്ലൊരു കാര്യം ചെയ്യുന്നതാണ്. ഇപ്പൊ നടക്കുന്ന ഒരു പരിപാടിയില്ലേ, ഈ പരിപാടിക്ക് 2 ലൈൻ ഉണ്ടായിരുന്നു, 4 വീലും 4 സീലും. എന്താ കാര്യല്ലേ? ശരിയാണോ? എന്താ കാര്യം? എന്താ കാര്യം അത് പറയുന്നത്? ദൈവം പോലും നമ്മോട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയാനെന്താണ് കാരണം? നല്ലൊരു കാലാവസ്ഥ വന്നിട്ട് ഇവിടെ നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മളെല്ലാവരും വിയർത്തിട്ട് ഇങ്ങനെ അടിക്കാൻ തരണ്ടാവുള്ളൂ. അപ്പോ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കുട്ടികളെ മുന്നിൽ തന്നെ കുട്ടികളെ കണ്ടുമുറ കാണിച്ചു കൊടുത്താ അപ്പൊ കുട്ടികൾക്ക് മൊത്തം നമ്മള് ഫുഡ് കൊടുക്കാൻ പോവാട്ടോ. എല്ലാ കുട്ടികൾക്കും ഇവിടെ മന്തി ആൻഡ് ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുന്നു. കുറച്ച് ബാക്കിൽ അപ്പൊ നല്ല വിഭവസമൃദ്ധമായ മന്തിയാണ് നമുക്ക് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. സപ്ലൈയിലേക്ക് പോകുന്നുണ്ട്, ലൈവ് കട്ടാക്കാണ്. ബൈ ബൈ. ഹലോ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്ടോ? നിങ്ങൾക്കൊക്കെ തരുന്നതല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്താ പ്ലേറ്റ് ഇതാ? അപ്പൊ കുട്ടിയൊക്കെ നമ്മൾ ചോറുകൾ കൊടുക്കാൻ പോകട്ടോ.
ഇങ്ങനെ പോയാൽ മതി. അങ്ങോട്ട് വെച്ചു. എടാ വാ. ആ ചോറ് മതിയോ? പോട്ടെ. എന്നാ ചിക്കൻ വാങ്ങിക്കോ. ചിക്കൻ കഴിക്കണ എമൗണ്ട് പറയട്ടോ, ഓരോരുത്തർ എത്ര കഴിക്കും പറയട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക കഴിയുമാ. മതി. ഇനി വേണമെങ്കിൽ ചിക്കൻ ഇത് ചിക്കൻ അല്ല ഇമ്പോർട്ടന്റ്, ഇതിന് ഈ ചിക്കൻ ഇമ്പോർട്ടന്റ്. എടാ ഇങ്ങോട്ട് പോരി, ഒരു വരി ഇങ്ങോട്ട് പോരി. ചോറിന് വേണമെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വിട്ടോ കേട്ടോ. ചിക്കൻ വാങ്ങിപ്പോണം, ചിക്കൻ വാങ്ങിപ്പോണം. ചിക്കൻ വാങ്ങിക്കോളി. തിരക്കില്ലേ ചോറ് ഇടാൻ വരെ വെയിക്കുള്ള എന്നാ കുട്ടാപ്പിയെ. എടാ ഞാൻ പറയട്ടെ, അവിടെ കുറച്ച് ചിക്കൻ വെച്ചാൽ സെറ്റ് ഇതിന് കുറച്ചേക്ക് ഇട്ടാൽ മതി. ഒരു പാത്രം അല്ലേ ഈ ഒരു പാത്രം കിട്ടുള്ളൂ. ചിക്കൻ ഇടാനാണ് ഒരു തട്ടി തരാൻ പറഞ്ഞാൽ മതി. നിൽക്കട്ടെ മോളെ, ഫുള്ള് കഴിക്കണം കേട്ടോ. അത്ര ഉണ്ടോ തോന്നില്ലേ? ആ ഇത് ചോറ് കണ്ടമാനം ബാക്കിയാവല്ലോ. ഉമ്മാന്റെ പിരാന്ത് അരച്ചമ്പ് ഫുള്ള്. ആ എടാ ഇങ്ങോട്ടൊരു വരി പോരി, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരിടാ. എടാ ഇതിന് കുറച്ച് എത്ര വേണ്ടേ? മതിയോ? കഴിക്കൂലേ? അതല്ലേ. ഇപ്പോൾ നമ്മളെ കുട്ടികൾ മൊത്തം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഡാൻസും പാട്ടൊക്കെ പാടി കഴിഞ്ഞ് പാട്ടിലൊക്കെ എന്താ വെച്ചാൽ കോപ്പി റൈറ്റ് ഉണ്ട്, ഫുൾ പാട്ടും ഡാൻസും. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല വിഷ്വലിൽ, കാരണം ചാനലിൽ പണിയാവും. അപ്പം ഫുള്ള് ആൾക്കാരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളെ വരി കഴിഞ്ഞിട്ട് നിന്നതാ. വേറെ എന്തെങ്കിലും വേണോ? എന്തായാലും എടുക്കണോ? ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ അത് എടുത്താലോ? കൗത്തുന്നല്ല, കൗത്തുന്നല്ല. സൗത്തൊക്കെ തിന്നലുണ്ട്. ആ ബാബാ എന്ത് പറയണേ? സർപ്രൈസ് നിങ്ങൾ പറഞ്ഞേ. നമ്മുടെ രണ്ടാമത്തെ സർപ്രൈസ് ഇവിടെ തുറക്കാൻ വേണ്ടി, ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ്. തുറക്കാണ്, എല്ലാവരും കൈകളിലും എത്തും. അപ്പം അത് കഴിയുമ്പോൾ ഇത് നമുക്ക് സ്പോൺസർ ചെയ്ത ആളെ ഹണി സ്പെഷ്യൽ കേക്ക് കേരള, ഹണി സ്പെഷ്യൽ കേക്ക് കേരള, സ്പെഷ്യൽ കേക്ക്സ് കേരള, ഇവരാണ് നമുക്ക് വേണ്ടി ഈ സാധനം കോഴിക്കോട് നിന്നും ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത്. എന്താണ് പേര്? ഹണീസ് കേരള. ഒന്ന് പറയടാ. ഹണി സ്പെഷ്യൽ കേക്ക്സ് കേരള. പോളി പോളി ഒന്ന് മൈക്കിൽ പറയണം. പറഞ്ഞു കൊടുങ്ങി ഐസ് ആകെ ഹണി സ്പെഷ്യൽ കേക്ക് കേരള. ആളുകളിലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. ഓക്കെ, റിച്ചുനൊന്ന് സൂം ചെയ്താ. ആൾക്കൂട്ടത്തിന് നടുവിൽ അവൻ ഒറ്റക്കായിരുന്നു ആ ഹീറോ. ഹീറോ ഹീറോ ഓഫ് കുറ്റമ്പാറ ചെറായൻ കുറ്റമ്പാറ സ്കൂൾ. കുറ്റമ്പാറ സ്കൂളിന്റെ എതിരാളികളില്ലാത്ത ഹീറോസ് ആണ് ആയിരിക്കുന്നത്. നമ്മൾ ഹണി സ്പെഷ്യൽ കേക്കിന്റെ ബോക്സ് എടുക്കാം കേട്ടോ. ഇതിൽ കുറേ ഉണ്ടല്ലോടാ. ഇത്രയും ഉണ്ടോ? ആ അപ്പോൾ 1 2 3 4 5 6 7 8 9 10 ബോക്സ് ഡ്രീം കേക്കാണ് നമ്മളെ കുറ്റമ്പാറ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹണി സ്പെഷ്യൽ കേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെന്നേന് ഇത്രയും നല്ലൊരു പ്രവൃത്തി, ഇത്രയും, കാരണം ഈ കുട്ടികളൊന്നും ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഓലൊക്കെ ഒരു കുറേ കാലത്ത് ആഗ്രഹം ഇത് കഴിക്കണം എന്നുള്ളതും. അപ്പോൾ ഇത് ചെയ്തെന്നേന് ഹണി സ്പെഷ്യൽ കേക്ക് കേരളനോടും ഷമീൽക്ക, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷമീൽക്കാനോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുട്ടികൾ കഴിക്കലും, ഈ സാധനം ഇപ്പോൾ കുട്ടികൾ മന്തി കഴിച്ചു, മുഹബത്ത് ക സർബത്ത് കുടിച്ചു, വേറെ എന്തൊക്കെയോ കഴിച്ചു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഇതും കൂടി കൊടുത്തിട്ട് ഇമ്മച്ചി തിരിച്ചു കൊടുത്തു. അത് ഫുള്ള് ഇമ്മച്ചിൻ്റെ വകയുണ്ട്. ഇന്നത്തെ പരിപാടി മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഈ കേക്ക് എങ്ങനെയുണ്ട്?
ഈ കേക്ക് എനിക്കൊന്നും വേണ്ടിന് എനിക്കൊന്നും ഫ്രീ ആയിട്ട് തരാനില്ല. ഫ്രീ ആയിട്ട് തരാം. ഈ നേരമ്പേക്ക് നേരത്തോ ഇപ്പോഴല്ല ആ നമുക്ക് സെറ്റാക്കാം. ഓരോന്ന് ആ കൊടുത്തു കേക്കാം. ഈ കേക്ക് ഇത്രയും നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചേർന്ന കേക്കാണെന്ന് പറയാം. ഹണീസ് കേക്ക് കേരള. പടച്ചോനെ ആരാ ടീച്ചർ? ശോഭന ടീച്ചർ. ശബന ടീച്ചർ. ടീച്ചർ വരി. ശബന ടീച്ചർ നുസ്രത്ത് ടീച്ചർ വരി. ഹണി കേക്കിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എപ്പോ കൊടുത്താലും എനിക്ക് കൊണ്ടുവരാൻ പറയും ശബന ടീച്ചർ. കുട്ടിയൊക്കെ തെരഞ്ഞു കേട്ടോ. ഒന്ന് കേട്ടോമ്മ ടീച്ചർ അതൊന്ന് കട്ട് ചെയ്താ ഹലോ എല്ലാവരും കൈ കാണിച്ചു. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള അന്നോ കൊടുത്താ അന്നോ ഞാൻ കൊടുക്കാം. അതെന്നാ അന്നത് കുടിച്ചാ ഇപ്പഴത്തെ വരിക്കാരി കിട്ടിയോ? നിങ്ങളുടെ പാരൻസിനെ എത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ തയ്യാറാക്കിയ വിഭവങ്ങളൊന്നും ബാക്കിയാവില്ല കേട്ടോ. അപ്പൊ കുട്ടികളെല്ലാവരും ഹെൽപ്പ് ചെയ്യും. കിട്ടിയോ? ഓരോ ക്യൂബ് വെച്ചിട്ട് അവിടെ കിട്ടോ. പിന്നെ ഓപ്ഷനില്ല. പൂക്കോട്ടുംപാടം നിലമ്പൂർ കൂറ്റമ്പാറ ഇല്ല നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു സദസ്സിനെ ധന്യമാക്കാൻ വേണ്ടി അത് ഫ്രീ അല്ല, അതുകൊണ്ട് ഞാൻ കൈയടിക്കാൻ പറയുന്നില്ല. അന്യായ ടാലന്റുള്ള ഒന്ന് ചിരിക്കാം. ഹർഷ ബാത്തു സദസ്സിനെ ധന്യമാക്കി എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഫസ്റ്റ് സ്റ്റീലിനെ ഫേസ് പെയിന്റ് ചെയ്യാട്ടോ. അത് സൂം ചെയ്താ എടുത്ത് ഇങ്ങനെ ഉണ്ടായാൽ മതി. കുറച്ചൊക്കെ മതിട്ടോ അതോ അത്രയൊക്കെ മതി തന്നെ. ഇതെന്താ സംഭവം? സീറ്റിലിരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും മുട്ടായികൾ വരുന്നത്. ഓക്കെ നമ്മളെ സൈലൻസ് അവിടെ ഇരിക്കണം. ആ അജത് വാ. ഇനി സംസാരിക്കാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. നമ്മള് പറഞ്ഞ ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നത് 6 മണി 6 കൂറക്ക് വർണ്ണങ്ങളും നിറങ്ങളും പകർന്നു നൽകുന്നത് ഹർഷ പാത്തു പൊന്നാനി. പൊന്നാനിയുടെ ഇപ്പൊ കോഴിക്കോടിന്റെ ഉത്തരമധ്യ ഭാഗത്ത് ഹൈലൈറ്റ് ഫ്ലാറ്റിൽ നിൽക്കുന്ന ഹർഷ പാത്തു. ഇത് ലാൻഡ്മാർക്കിലല്ലേ? കുടുംബോള് ഇതും കണ്ണൂരിൽ നിന്ന് പോളി നമ്മുടെ കുറ്റം പഠിക്കുന്ന കുട്ടികൾക്ക്. ഓക്കെ അപ്പൊ അടുത്തത് ജാസ് ബേക്സ്. കണ്ണൂരുള്ള ജാസ് ബേക്സ് നമുക്ക് കൊടുത്തയച്ചിട്ടുള്ള കുറച്ച് സമ്മാനങ്ങളാണ്. ഇത് മൊത്തം കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാട്ടോ. ഇമ്മാന്റെ വക കൊടുക്കുന്ന ജാസ് ബേക്സ് കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. അതെങ്ങനെയാ കാണിച്ചു? അത് കാണിച്ചു തന്നാണ് ഇപ്പൊ മൈക്കിൽ പറയാതെ കാണിച്ചേരി. ഇത് കൊടുത്തേരി പറഞ്ഞോളി. ഇതുമേ റബ്ബി ജിദ്ദിനി ഇൽമാന്ന് എഴുതിയിട്ടുണ്ട്. ദൈവമേ എൻ്റെ അറിവ് നീ വർദ്ധിപ്പിക്കണേന്നാണ്. അതാണ് സാധനം. ഇനി കാണാൻ പറ്റും. മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലൊരു മിഠായും നമ്മളെ ഫാമിലിന്റെ ഫോട്ടോ ട്ടാ. എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ.
കാർഡ് വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. മിഠായി വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി. വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. ഇഷ്ടമായോ? ഇൻഷാല്ലാ. നിങ്ങൾ ചോദിക്കലില്ല എൻ്റെ വക എന്താന്ന്. അപ്പം എൻ്റെ വകയാണത് കേട്ടോ. ഇങ്ങനത്തെ മിഠായി കഴിച്ചിക്കണം എവിടുന്നേലും. അപ്പോൾ ഒക്കെ നമുക്ക് സർപ്രൈസാണ് കേട്ടോ. ഇൻഷാല്ലാ. സർപ്രൈസ് കൊണ്ടൊരു കളിയും ചിരിയാണ്. മിഠായി ഹണി കേക്ക് ഇപ്പൊ പൂതി പറഞ്ഞവരൊക്കെ കഴിച്ചില്ലേ? ഇപ്പൊ നമ്മളെ ബാച്ചിൽ ഇനി ഹണി കേക്ക് കഴിക്കാത്തവരുണ്ടോ? ഇല്ല. എല്ലാരും കഴിച്ചില്ലേ? കിട്ടിയില്ല ടീച്ചറേ, ഞങ്ങൾക്ക് ഹണി കേക്ക് ഇല്ല. അപ്പൊ ആ സങ്കടം മാറി. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഒരു ഫ്രൈയും ഒരു ചോറും, അത് ഞാൻ തന്നു. പിന്നെ പറഞ്ഞത് 1ാം ക്ലാസ്സുകാർക്ക് ഐസ്ക്രീം കൊടുത്തപ്പോ ഞങ്ങൾക്ക് തന്നില്ല അല്ലേ? അതിന് ഞാൻ മുഹബത്തൊക്ക ഷർബത്ത് വന്നപ്പോ തന്നെ തന്നില്ലേ? ഇഷ്ടായോ? നമ്മൾ കൂടിയത് നന്നായോ? വരാത്തവർക്ക് നഷ്ടമാണോ ലാഭാണോ? വമ്പൻ നഷ്ടം. വരാത്തോല് ഫുള്ള് യൂട്യൂബില് ബ്ലോഗ് കണ്ട് കണ്ണീര് വയ്ക്കിരിക്കേണ്ടി വരും. പെരയില് ഫുള്ള് അടിയാവും. അത് ഉറപ്പ്. വിരുന്ന ഫാമിലീസ് ഉണ്ട്. അപ്പൊ വരുന്ന ഫാമിലീസിൽ ഫുൾ അടിയാവും. നമ്മളെ കയ്യില് ഉള്ളത് ഫുള്ള് കാർഡ്സ് ആണ് കേട്ടോ. ഉമ്മച്ചി കൊടുത്ത ഉമ്മച്ചിന്റെ വക സമ്മാനമായി കൊടുത്ത കാർഡുകളാണ്. 5x ഇട്ടാ അല്ല 0.5. നേരത്തെ വിട്ടതാണ് ആ കൂവലാണ്. ഒന്നുകൂടി മാറ്റി എല്ലാവരും ഞാൻ പറയുമ്പോ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. റെഡിയായോ? റെഡിയാ. ക്യാമറമാൻമാരൊക്കെ ഓക്കെയാണോ? 1 2 3 സ്റ്റാർട്ട്. നാട്ടുകാർ ഗേറ്റിന്റെ പുറത്തുള്ളവര് ഗേറ്റിന്റെ പുറത്തുള്ളവർ എന്താ പരിപാടി എത്തി കാണും. അതല്ല ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണം. ആരൊക്കെ എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ഗിഫ്റ്റ് തുടച്ച ബ്രസീലിന്റെ കൂടിയാ എല്ലാരും മുഖത്തും അപ്പോ ഈ കിട്ടുന്നതൊക്കെ മെച്ചിക്ക് കുട്ടികൾ കൊടുക്കുന്ന സമ്മാനങ്ങളാട്ടോ. അല്ലല്ല അല്ല 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 ഹനാൻഷേ അനുക്കാക്കു അനെ പേരെന്താ? അമാനുത. അനെ പേരെന്താ? കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുത്താലോ? യോ അത് സൂം ചെയ്യടാ അങ്ങോട്ട് ഫോട്ടോ നമുക്ക്. അടുത്ത ആരാണ്? പറച്ചോനെ മൂന്നമ്മ കുത്തണ്ട കേട്ടോ. അവിടെ കൊണ്ടേ കൊടുത്താൽ മതി. അത് ഇപ്പൊക്കെയുള്ള ഫോട്ടോ ആണ്.
വേഗത്തെ കുട്ടികളെ കാണൂല സൗഹൃദ 2024 കുട്ടൂന് ഇട്ട സ്ഥലല്ലേ അർഷി നമ്പൂതിരിപ്പാട് അർഷി നമ്പൂതിരിപ്പാടാട്ടത് അത് കാണിച്ചു കൊടുക്ക് ചിരിക്ക് പിന്നെന്താ ഒരു സന്തോഷത്തിന് ബാസു നീന്തിട്ടാ എന്താണ് വേണ്ടേ ജാനുവിന്റെ കിട്ടോ ഓക്കെ എന്തായാലും ആയി അത് വള്ളാക്കി പോവോ? ഇല്ലല്ല ടർപ്പന്റിനാക്കി പോവും നെറ്റിമായിപ്പോ ഇടയ്ക്ക് എന്തായാലും ആയി നമുക്ക് നെയ്മർ ജിയാർന്നു ബേബി അനിയോ ഭാര്യയെ പ്രണയിച്ചവൻ ബേബി കടയാടി ബേബി എഴുതിയാലേ അവിടെ